Welcome back to Asianet Bachelor's Kitchen Season 3 powered by DAC and Persil. ഷെഫ്, നമ്മളെ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ഈ രണ്ടുപേരും ഉണ്ടാക്കിയ ഫ്രഞ്ച് ടോസ്റ്റ്. ഫ്രഞ്ച് ടോസ്റ്റ് ഇനി വിളിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ആ ഫ്രഞ്ച് ടോസ്റ്റിൽ ഏറ്റവും മികച്ചത് ഏത് അല്ലെങ്കിൽ ഏറ്റവും മോശം ഏത് എന്ന് പറയാമെന്നുള്ളത് അല്ലേ? ഷെഫ്, ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഈ ഫ്രഞ്ച് ടോസ്റ്റ് ഇവർ ഉണ്ടാക്കിയത് ഷെഫ് കഴിച്ചല്ലോ. ആദ്യം നമ്മളെ മറ്റേ വൃത്തിയുടെ ഇതിന്റെയൊക്കെ കാര്യം പറഞ്ഞു, പക്ഷെ കഴിച്ചിട്ട് എന്ത് തോന്നി? ഇതിനൊരു ഫ്രഞ്ച് ടോസ്റ്റുമായിട്ടൊരു സാമ്യത? അതിനകത്ത് ബ്രെഡ് ഉണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാമ്യതയേ ഉള്ളൂ. അത് റെസിപ്പി എനിക്ക് തോന്നിയില്ല അത്ര ശരിയാണെന്ന് തോന്നിയില്ല. എന്നുവെച്ചാൽ അവര് ഒരു ഉദ്ദേശമില്ലാതെ പല കാര്യങ്ങളും മിക്സ് ചെയ്തു, മുമ്പിലിരുന്ന് എല്ലാ സാധനവും കൂടെ മിക്സ് ചെയ്ത് എന്തൊക്കെ ആക്കി തീർന്നു. ഇവരെന്ന് പറഞ്ഞാൽ എല്ലാം തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യമാണ്. ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. അവരുടെ കുറച്ച് ഇതുണ്ടായിരുന്നു. ബാക്കി വന്നതിൽ ആ ഓംലെറ്റ് കഴിച്ചായിരുന്നോ? വളരെ സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഇത് മറ്റേ നമുക്ക് കഴിക്കാനുള്ളത് ഇല്ലെങ്കിൽ അവർക്ക് കഴിക്കാനുള്ളത് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ നന്നായി, വളരെ നന്നായി. അപ്പൊ റെഡി, രണ്ടുപേരിൽ ആരാണ് ഏറ്റവും നന്നായി ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയെന്ന് അറിയാൻ നമ്മുടെ പ്രേക്ഷകരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. ഇത്രയും ആയിട്ടുള്ള സാധനത്തിന് എങ്ങനെ ഷെഫ് ജഡ്ജ് ചെയ്യുന്നറിയാൻ അത് വലിയൊരു ടാസ്ക് തന്നെ അല്ലേ? രണ്ട് ഫ്രഞ്ച് ടോസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു. പക്ഷെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടും ഫ്രഞ്ച് ടോസ്റ്റ് അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു കുക്കിംഗ് മാമാങ്കം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ സംഭവമല്ലേ, അപ്പോൾ മുമ്പോട്ട് അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കൊണ്ടുപോകും എന്നുള്ള വിശ്വാസത്തിൽ ഞാനൊരു ടീമിനെ സെലക്ട് ചെയ്യാൻ പോകും. സോ ദിസ് ടൈം ഈ ഫ്രഞ്ച് ടോസ്റ്റ് അല്ലാന്ന് പറഞ്ഞതിന്റെ കാരണം കൂടി പറയാം. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ബ്രെഡ്, മുട്ടയും പാലും ഇനി പഞ്ചസാര ഇട്ട് മുക്കി പൊരിച്ചതുപോലെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയുന്ന സാധനം അതിന് കുറച്ച് വേറൊരു കാര്യമുണ്ട്. അല്ല, അതൊരു പ്രൊഫഷണൽ സൈഡിലാണെങ്കിൽ പോലും ഇതും ഞാൻ അത്രയും ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രൊസീജിയർ അല്ല ഇവരെ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഈ ഉപ്പും പഞ്ചസാരയും മുട്ടയൊക്കെ ഇടുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? അപ്പൊ കഴിക്കുന്നത് അതെ, ഉപ്പ് കൂടുതലും, മുളക് പിന്നെ പഞ്ചസാര കൂടുതലും, ചിലതിനകത്ത് എഗ്ഗിന്റെ ഫ്ലേവർ ഭയങ്കര കൂടുതലായിട്ട് കയറി കിടക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്നേഹമായിട്ട് കുക്ക് ചെയ്യാമായിരുന്നു എൻ്റെ എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അപ്പം രണ്ട് ടീം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കറിയാം എന്താണെന്ന്. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു സെലക്ഷൻ എന്നൊരു പ്രൊസീജിയർ ഉള്ളത് കൊണ്ട് മാത്രം ദിസ് ടൈം വി വിൽ ഗിവ് ഇറ്റ് ടു ദ റെഡ് ടീം. അപ്പൊ നമ്മുടെ ബാച്ചിലേഴ്സ് കിച്ചണിൽ എപ്പോഴും അങ്ങനെയാണ്. അതായത് ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ അവരാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ എപ്പിസോഡും കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ആരാണോ അവരെയാണ് നമ്മൾ വിന്നറായിട്ട് പ്രഖ്യാപിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിൽ നേടിയിട്ടില്ലെങ്കിൽ അടുത്ത ഡിഷ് നമ്മൾ പിടിക്കും അല്ലേ? നിങ്ങൾ എന്താണ് മറ്റേ വില്ലനെ പോലെ നോക്കണം? അടുത്തത് എങ്ങനെ ഉണ്ടാക്കുന്ന അടുത്ത സാധനം എന്താണെന്ന് പറഞ്ഞാലേ നോക്കാൻ പറ്റുള്ളൂ. ഫ്രഞ്ച് ടോസ്റ്റ് അല്ല എന്ന് പറഞ്ഞില്ലേ, അതിലാണ് ഷെഫ് പുള്ളി കൊട്ടേഷൻ കൊടുക്കാനുള്ളത് പോലെ നോക്കിയത് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ പുള്ളി പല്ലിങ്ങനെ ഇറങ്ങിയിട്ട് ഒരു പിടുത്തം പിടിച്ചു. ഈ പല്ലിറുമ്പലാണ് നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോഴല്ലോ അതിനകത്തൊരു സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് നല്ലോണം ശരി സ്നേഹവും ടേസ്റ്റും ഒക്കെ ഷെഫ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാം അല്ലേ? ഷെഫ് ഇത് ഉണ്ടാക്കി കാണിക്കാം ഇല്ലേ? അതെ, ഷെഫിനെ കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിക്കണ്ടേ? വേണമല്ലോ. അപ്പൊ എന്തായാലും അതിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് ബ്ലൂ ടീം തോറ്റതുകൊണ്ട്, എന്നാലും അവർ കഷ്ടപ്പെട്ടൊക്കെ ഒരുപാട് നോക്കി അവരെന്താ വാശിയോടുകൂടി തിരിച്ചു വരും. പക്ഷെ തോറ്റത് കൊണ്ട് ഒരു ടാസ്ക് ഉണ്ട്, ഒരു എന്റർടൈൻമെന്റ് ടാസ്ക്. അത് മണിച്ചേണ്ട ഒരു പാട്ടില് റണ്ണിൽ പിടിച്ചു. ഓക്കെ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്തിനീ പണി ചെയ്തു, കല്യാണം കുട്ടികളെല്ലട വേല ഇതാ, കല്യാണം കുട്ടികളെല്ലട വേല ഇതാ. കെട്ടിയ പെണ്ണിനെ കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്തിനീ പണി ചെയ്തു, കല്യാണം കുട്ടികളെല്ലട വേല ഇതാ, കല്യാണം കുട്ടികളെല്ലട വേല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത് ഉണ്ടാക്കും പകല് മുഴുവൻ പണിയെടുത്ത്
ഉണ്ടാക്കും പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല വേല ഇതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല വേല ഇതാ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസായി, ജാമ്യം കിട്ടാൻ പൊല്ലായി പാകും വേല ഇതാ, ജാമ്യം കിട്ടാൻ പൊല്ലായി പാകും വേല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല വേല ഇതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല വേല ഇതാ. അപ്പോ തൽക്കാലം നിങ്ങൾക്ക് കുറച്ചൊരു റെസ്റ്റ് എടുക്കാം. ഇനി പണി നമുക്ക് ആർക്ക് കൊടുക്കാം? നമ്മുടെ ഷെഫിന് നമ്മുടെ വേലായുധന് കൊടുക്കാം. ഓക്കെ, അപ്പോ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ ഷെഫ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കും. ഏഷ്യൻ ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണൽ. ഒരു ഷോർട്ട് ബ്രേക്ക്. നാട്ടിൽ പല പല വേദിയിൽ മാട്ട കളിച്ച് ഗൾഫിലെത്തി, വീട്ടിൽ അടുപ്പ് പോയാൻ വിമാനം കയറി ദുബായിലെത്തി, ജോലികൾക്കിടയിൽ കിട്ടും സമയത്തിൽ ഞാൻ പഠിച്ചു കൂട്ടി, പൊടി തട്ടിക്കൂട്ടി അമിമിക്രിയ അത് കെട്ടിപ്പൂട്ടി, അരി വാങ്ങാനുള്ളൊരു വഴിയാണ്. എടാ ഇത് ദൂരം കഴിഞ്ഞില്ലേ? ആ നീ ഡാക്കാണോ യൂസ് ചെയ്യണേ? എടാ കംപ്ലീറ്റ് നമ്പർ 1 സാധനമാണ്. ആ മണം അടിക്കുമ്പോ അറിയാൻ ഡാക്കാണെന്നുള്ളത്. സത്യം. ആ അതായത് ഫുൾ 99.9% കീടാണുവിനെ ഇല്ലാതാക്കുന്ന സാധനമാണ്. മാത്രം എന്ത് കടുകട്ടി സ്റ്റെയിൻ ഉണ്ടെങ്കിലും എത്ര സ്റ്റബേൺ സ്റ്റെയിൻ ആണെങ്കിലും മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ബാക്കിൽ നിന്ന് കണ്ടപ്പോ അങ്ങനെ മനസ്സിലായത് ഡാക്കാ നമുക്ക് വീട്ടിൽ ഇത് ഉള്ളതല്ലേ? മനസ്സിലായി, ചേച്ചി ഇതാ പറയണതല്ലേ? അറിയാം. നീ പെട്ടെന്ന് ക്ലീൻ ചെയ്തേ. Welcome back to Asian Bachelor's Kitchen Season 3 powered by DAC and Person. ഇനി നമ്മുടെ കുക്കിംഗ് ടൈം. ഷെഫ് all ready to cook? വെരി മച്ച്. ഞാൻ പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന് ഇച്ചിരി അഹങ്കാരമല്ലേ? ആ പാവപ്പെട്ട പിള്ളേർക്ക് നിങ്ങൾ ആ ഉണക്ക ബ്രെഡും ഇച്ചിരി പാലും മുട്ടയും ഇച്ചിരി ചീസോ ബട്ടറും കാണ്ട് കൊടുത്തു. നിങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കി അല്ല, വെച്ചിരിക്കുന്നത്? അവർക്ക് കൊടുത്തതൊന്നും ഞാൻ കൊടുത്തതല്ല. അവർ ആവശ്യപ്പെട്ടത് അവർക്ക് കൊടുത്തു. ഇത് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് കിട്ടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവർ ഇതേപോലുള്ള സാധനങ്ങളെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുമായിരുന്നു? പിന്നെ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഫ്രഞ്ച് ടോസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും കാണുന്നതാണ്, നമ്മുടെ പാർട്ടിസിപ്പൻസ് കാണുന്നതാണ്. സോ ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് ഇൻ എ വെരി സ്പെഷ്യൽ വേ. അവർ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴല്ലോ കുറച്ചുകൂടെ മാത്രമല്ല ഞാൻ കഴിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് നിങ്ങളാണല്ലോ ടേസ്റ്റ് ചെയ്യുന്നത്. അതുകൂടെ റീസൺ. അപ്പൊ തുടങ്ങാം. ഈ ബ്രെഡ് ആണോ നേരത്തെ ആ പാവപ്പെട്ടവൻ ചോദിച്ച ഫ്രഞ്ച് ബ്രെഡ്? ഇതൊരു ടൈപ്പ് ഓഫ് ഫ്രഞ്ച് ബ്രെഡ് ആണെന്ന് പറയാം. അന്ന് ഫ്രഞ്ച് ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിഞ്ഞൂടാത്തവരാണല്ലോ നിങ്ങൾ പെരുമാറിയത്. എന്നോട് ക്ഷമിക്കൂ. നമുക്ക് ഒന്ന് തിക്കായിട്ട് വേണം സ്ലൈസ് ചെയ്യാൻ. ഇത് ഈ തിക്കായിട്ട് കട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ കൂടുതൽ അതിന്റെ സോസ് അല്ലെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ജ്യൂസ് അബ്സോർബ് ചെയ്യും. ഈ സാധനങ്ങൾ ആവശ്യമില്ലാത്തതാണ് അല്ലേ? ഇത് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, അതിനായിരുന്നു. ഓക്കെ, 2 എഗ് ആണോ ഇതിന്? ഇത്രയും ഇതിന് 2 എഗ് മതിയാവും ആണോ? ഇനി അതിനകത്ത് ഇനിയും കുറെ കൂടെ സാധനം പോകണ്ടല്ലോ. സോ ഇതിനകത്ത് ഞാനൊരു ഇത് നോർമൽ ക്രീം അല്ലേ? ഫ്രഷ് ക്രീം. യൂസ് കുക്കിംഗ് ക്രീം, വിപ്പിംഗ് ക്രീം ഏത് യൂസ് ചെയ്യാനും കുഴപ്പമില്ല. ഓക്കെ, ഒരു വെനില എസൻസ് അത് അതിൽ ഒത്തിരി ആഡ് ചെയ്ത് ഒരു നേരത്തെ പുള്ളി എടുത്ത് മുഴുവൻ ഒഴിച്ചായിരുന്നു. അതെ അതിന്റെ ഫ്ലേവർ ഇങ്ങനെ മോളിൽ കിടപ്പുണ്ടായിരുന്നു. സിനമൺ ഒരു പിഞ്ച് സിനമൺ. നമ്മൾ ഷുഗർ ആഡ് ചെയ്യാം. ഷുഗറും ബ്രൗൺ ഷുഗറും വെച്ചിട്ടുണ്ടോ? ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ ഈ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയൊരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്താൽ ദാറ്റ് ഓൾസോ എൻഹാൻസസ് ദ ഫ്ലേവർ. നമ്മുടെ 2 ടീമിനോടും പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, പിഞ്ച് ഓഫ് സോൾട്ട് ആണ്, അല്ലാതെ സോൾട്ട് വാരി ഇടുകയല്ല. കഴിഞ്ഞ ഫ്രഞ്ച് ടോസ്റ്റിന് സോൾട്ടി ഫ്രഞ്ച് ടോസ്റ്റ് ആയിരുന്നു അല്ലേ? ഇതിനകത്തതാ സ്ട്രോബെറീസും ഇതൊക്കെ ഗാർണിഷിന് വേണ്ടിയിട്ടല്ലേ അല്ലേ? സ്ട്രോബെറി നമ്മൾ ഇത് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ചെറിയ ഒരു സോസ് അതിനകത്ത് യൂസ് ചെയ്യുന്നു. നമ്മൾ അതിന്റെ മുകളിൽ സോസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഷെഫ് ചെയ്യുമ്പോ പിന്നെ 5 സ്റ്റാർ ലൈനിലല്ലാണ്ട് ചെയ്യില്ലല്ലോ. അപ്പോ 7 സ്റ്റാർ ലെവൽ ഫ്രഞ്ച് ടോസ്റ്റ് ആണ് കഴിക്കാൻ പോകുന്നത്. ചുമ്മാതല്ല, നമ്മുടെ പ്രൊഡ്യൂസറിന് ഏതാണ്ട് ആധാരമൊക്കെ വിൽക്കേണ്ടി വന്നു ഇത്രയും സാധനം എടുക്കാനായിട്ട്. അപ്പൊ ആദ്യം ഇതാണോ ചെയ്യുന്നത് അതോ സോസ് ഉണ്ടാക്കുമോ? നമ്മൾ ഇത് റെഡിയാണ്. ഓക്കെ,
അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇൻഫ്യൂസ് ആയിക്കോട്ടെ. infuse ആവാൻ വേണ്ടി wait അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കംപോർട്ട് ഒരു കംഫോർട്ട് അല്ലേ? ഓക്കെ, സോ നമ്മൾ പാൻ ഒന്ന് മാറ്റാം. മാറ്റിക്കും. കുടിക്കാൻ ഇവിടെ വെള്ളമൊന്നുമില്ലേ ഷെഫ്? ഇതെന്തോ എല്ലാ കാര്യം അതേ മിലാനോയുടെ ഒന്നാം തരം വാട്ടർ പ്യൂരിഫയർ ഇരിക്കുന്നു. മിലാനോ വാട്ടർ പ്യൂരിഫയർ എല്ലാ കിച്ചണിലും അത്യാവശ്യമാണ്. ഹോട്ട്, കോൾഡ് ആൻഡ് റൂം ടെമ്പറേച്ചർ വാട്ടർ അറ്റ് എ ടച്ച് ഓഫ് എ ബട്ടൺ. അപ്പോൾ ആ കംഫോർട്ട് ഉണ്ടാക്കാം അല്ലേ? അതെ, നമ്മുടെ ഇത് ഫ്രോസൺ സ്ട്രോബെറി ഞാൻ ഓൾറെഡി ശരം ഓക്കെ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾ സ്ട്രോബെറി വെച്ചേക്കുന്നതുകൊണ്ട് ചോദിക്കുക, ഈ മിന്റ് ലീവ്സും സ്ട്രോബെറി ഉഗ്രം കോംബോ ആണ്. നല്ല കോമ്പിനേഷൻ. യെസ്, എല്ലാവരും ഈ ഷെഫുമാരുടെ ഒരു കളത്തരമാണ് അല്ലേ? സോ നോർമലി സ്ട്രോബെറി അല്ലെങ്കിൽ മറ്റുള്ള ബെറീസിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മിന്റ് ലീഫിന്റെ ആണ് മിന്റ് ലീഫ് അല്ലെങ്കിൽ ബേസിൽ ലീഫ്. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് പാൻ ഓൾമോസ്റ്റ് ചൂടാണ്. ഓക്കെ, ഞാനെടുത്ത് ഈ സ്ട്രോബെറി ഓക്കെ, ആ എത്ര സ്ട്രോബെറി ഇട്ടോ അത്രയും തന്നെ ഷുഗറും ഇടാം. നമ്മളൊരു അപ്രോക്സിമേറ്റ് ഈസി റേഷ്യോ ആണ് പറഞ്ഞത്, ഈക്വൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ജാം ജെല്ലി ഫീല് വരണം. ഇതിൻ്റെ കുറച്ച് ബ്ലൂബെറിയോട് ഞാൻ അരിഞ്ഞിടാൻ പോവാണ്. ഫ്രഷ് ബ്ലൂബെറീസും ഫ്രഷ് സ്ട്രോബെറീസും ഒക്കെ കൂടി ചേർത്ത് അല്ലേ? ബാക്കിയുള്ളത് ഞാൻ ഗാർണിഷിന് വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് വെച്ചു, ഇതെന്താ ഓലിവ് ഓയിലാണോ വെച്ചിരിക്കുന്നത്? യെസ്, നമ്മൾ ബട്ടർ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഒലിവ് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ബട്ടർ ബേൺ ആവാതെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഓ, ഇതാണ് ഷെഫ് ടിപ്പാണേ. ആ പാവപ്പെട്ട പിള്ളേർ ഇത് കാണുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അല്ലേ? അവര് അത് ഇനി ധാരണ ഉണ്ടാവണല്ലോ, അതല്ലേ നമ്മൾ കാണിക്കാനുള്ള കാര്യം. കണ്ടു കഴിയുമ്പോൾ ഇവർക്കൊക്കെ ഒരു ഐഡിയ കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഷെഫ് കൊണ്ടുവന്ന് ഇത് ഞെട്ടിക്കും എന്നുള്ള അറിയാന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അവർ ഗാർണിഷിങ് ഫസ്റ്റ് എപ്പിസോഡല്ലേ ഉള്ളൂ. അപ്പോൾ അവരത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്തതിലൊക്കെ ഇൻസ്പിറേഷൻ. അതെ, ഇത് കണ്ടവർ ഇൻസ്പയർഡ് ആയാൽ മതിയായിരുന്നു. ബെറീസിൽ നിന്നുള്ള ജ്യൂസസ് ഒന്ന് റെഡ്യൂസ് ആവണം, കുക്ക് വിത്ത് ഷുഗർ. So it gives a very nice color also. ഒന്നും നമ്മൾ കളർ ആഡ് ഒരു കളർ ബ്യൂട്ടി ഉണ്ടോ? അതിന്റെ വേറൊന്നും ചുമ്മാ അല്ല. 7 സ്റ്റാർ എന്നൊക്കെ പറയുന്നത് വെറുതെ ആണോ? സിനിമ സുമ്മാവാ. ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ ഒരു ചെറിയൊരു ബ്ലോക്ക് ബട്ടർ ജസ്റ്റ് ടു ഫിനിഷ്. ഓക്കെ, ആ ഒരു അരോമ ഒന്നുകൂടെ നല്ലതാക്കാനും പിന്നെ ഈ ബട്ടറിൻ്റെ ഒരു ഗ്ലേസ് കുറച്ചുകൂടെ സോസിനെ ഒന്നുകൂടെ ഒന്ന് ഷൈനി ആക്കും. അപ്പോൾ നമ്മുടെ കംപോർട്ട് റെഡി. ഓക്കെ, ഇതിപ്പോൾ ഒന്ന് കൂൾ ഓഫ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അത് ഞാൻ ഇങ്ങോട്ട് വയ്ക്കാം. താങ്ക് യു മിഥുൻ. ഓക്കെ, ഫ്രഞ്ച് ടോസ്റ്റ് പ്രിപ്പറേഷൻ അല്ലേ? പാൻ ചൂടാവാൻ വേണ്ടി വെക്കുകയാണ്. അപ്പൊ ഇത് എത്ര നേരം സോക്ക് ചെയ്ത് വെക്കണം എന്നൊരു കണക്കില്ല. ഇത് ബ്രെഡ് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം പഴകിയ ഒരു ബ്രെഡാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ബ്രെഡ് കുറച്ച് ഓൾറെഡി ഒന്ന് ഫ്രൈ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് അബ്സോർപ്ഷൻ കുറച്ചുകൂടെ കൂടുതലായിരിക്കും, അത് ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. മെയിൻ ആയിട്ടുള്ള കാര്യം സാധാരണ നമ്മൾ നാട്ടിൽ അല്ല വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ലൈസ് ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാല് മുക്കുക തന്നെ അത് പൊടിഞ്ഞു പോകും. അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് പൊടിയായിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് ബ്രെഡ് വാങ്ങിച്ചിട്ട് നാളെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളിനി ഒലിവ് ഓയിൽ അധികം വേണ്ട, ജസ്റ്റ് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ഒലിവ് ഓയിൽ നമ്മുടെ ഷെഫ് ടിപ്പ്. ഇന്നത്തെ പ്രോ ടിപ്പാണ്. അതായത് ക്ലാരിഫൈഡ് ബട്ടർ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ നോർമൽ ബട്ടറിന്, അതും അൺസോൾട്ടഡ് ബട്ടർ തന്നെ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ ഒലിവ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ബട്ടർ കരിയാതെ കിട്ടും അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മണമാണ് ഈ ഒന്ന് ബട്ടർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൈസി ഡിഷാണ്. എന്താ വേണ്ടതെന്ന് അറിയാം, അതിൻ്റെ കൂടെ ഇച്ചിരി ഗാർലിക്കും കൂടി അല്ലേ? ഓൾറൈറ്റ്, രണ്ട് സൈഡും മറിച്ചും തിരിച്ചും സോക്കായി അല്ലേ? അല്ല, ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ. ആ പിള്ളേരോട് നേരത്തെ ക്ലെൻലിനെസിന്റെ കാര്യം പറഞ്ഞു, കൈയിന്റെ കാര്യം. അത് വളരെ നല്ലൊരു പോയിന്റാണ്, ഞാൻ പറഞ്ഞുതരാം. മിടുക്കൻ, ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ വെച്ചോട്ടെ. ഓക്കെ, നമ്മൾ കൈ കഴുകണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതെ, അല്ലാതെ കൈ ഗ്ലൗസ് ഇടണമെന്നോ ഇടണ്ടായോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു സാധനവും റെഡി ടു ഈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ പ്രിഫർ ടു യൂസ് സ്പൂൺ അല്ലെങ്കിൽ ഗ്ലൗസ്. എന്ന് വെച്ചാൽ നമ്മൾ വേറെ എവിടെയും അത് മുട്ടിക്കാൻ നേരെ ആൾക്കാർ കഴിക്കുകയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഞാനിത് മിക്സ് ചെയ്തിട്ട് ഇറ്റ് ഈസ്
still getting cooked, right? Okay. അപ്പോൾ ആ ഒരു കണ്ടാമിനേഷൻ ഒരു സാധനം ഇല്ല. ഇല്ല. But at the same time, I'll always advise you to wash your hands ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലേ? before and after. ബിഫോർ ലൈഫ് ബോയ് ഉപയോഗിച്ച് കഴിക്കുന്നവരാ. Definitely. ഇപ്പോൾ അടുത്ത കൈ കഴുകാൻ പോവാണ് after I put this. Okay. ഷെഫ് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചല്ലോ, അതായത് ടെമ്പറേച്ചർ കുറച്ചല്ലോ, അതായത് അത് ലോ കുക്കിംഗ്, അതാണ് നേരത്തെ സ്ലോ കുക്കിംഗ് എന്ന് പറഞ്ഞത്. വളരെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്യാൻ മാത്രമേ ഇതിനകത്ത് എഗ്ഗ് കുക്ക് ആവുള്ളൂ. എക്സാക്ട്ലി കസ്റ്റഡി ഫീൽ വരാൻ വേണ്ടിയിട്ട്. ഓ ഇത് ഓരോ സൈഡ് മറിച്ചിടുമ്പോൾ അല്ലേ നല്ല ക്രിസ്പിനെസ്. ഓ ആ കളർ നോക്കി ഗോൾഡൻ ബ്രൗൺ. ഓ ലുക്ക് അറ്റ് ദാറ്റ്. ഞാൻ എൻ്റെ സൈഡോട് ഒന്ന് ക്രിസ്പി ആക്കാൻ നോക്കുവാണേ. ഓ സൂപ്പർ സൂപ്പർ. സംഗതി സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലെവല് കാണുമ്പോൾ തന്നെ ഭയങ്കര ശരിക്കും ഈ മൗത്ത് വാട്ടറിങ് എന്ന് പറയുന്ന സാധനം ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തിരിച്ചു വരുമ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ DAC ആൻഡ് Persil. Okay, welcome back everyone to Asianet Bachelor's Kitchen Season 3 powered by DAC and Persil. ദാ ഇവിടെ ഏതാണ്ട് എല്ലാ സൈഡും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ഇനിയാണ് കിടിലം പാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെഫുകളുടെ ഷോ ഓഫ് പ്ലേറ്റിംഗ്. Absolutely. കണ്ടിട്ട് ഇപ്പോഴേ അങ്ങ് കഴിക്കാൻ തോന്നുവാണ്. പക്ഷെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കൂടി വിളിക്കണ്ടേ, അവരെ കാണിച്ചു കൊടുക്കണമല്ലോ ഇതാണ് ഫ്രഞ്ച് ടോസ്റ്റ് എന്നുള്ളത്. അപ്പോ ആദ്യം നമ്മുടെ റെഡ് ടീമിനെ വിളിക്കട്ടെ. വിവേക് ആൻഡ് ലിൻജോ, ലെനൻ ആൻഡ് റെനൽ വരൂ. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഫോർക്ക് തരണ്ടടാ. പിടിച്ചോ പിടിച്ചോ, ആയുധം കയ്യിലെടുത്തു. ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആരും വിളിച്ചൂടെ ഇതെന്താണെന്ന് വിചാരിച്ചിട്ടാ വന്നേ? ഫ്രഞ്ച് ടോസ്റ്റ് അറിയാപ്പോ അവിടെ പറയണായിട്ടാണ് അങ്ങനെ കണ്ടോടെ ഫ്രഞ്ച് ടോസ്റ്റ് ആണ് തിരിച്ചറിഞ്ഞല്ലോ. ആ എന്തായാലും ഇതാണ് ഫ്രഞ്ച് ടോസ്റ്റ്. കൺകുളിർക്കി ഒന്ന് കണ്ടോ. അമ്മ കരിഞ്ഞുണ്ടല്ലോ. എടോ കരിഞ്ഞല്ല, അത് കമ്പോട്ട് ഒഴിച്ചേക്കുന്നതാണ് റെഡ് കളർ. അറിയാതെ സോസ് വീണ് പോയതല്ലേ കേട്ടോ. ഇതാണ് ഫ്രഞ്ച് ടോസ്റ്റ്. നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ, അത് ബ്രെഡ് മുക്കി പൊരിച്ചത് കേട്ടോ. അപ്പോ ഐശ്വര്യമായിട്ട് ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് മേപ്പിൾ സിറപ്പ് അല്ലേ, ഫിനിഷിംഗ് ടച്ച്. ഇതൊക്കെയാണ് ഷെഫിന്റെ ഫിനിഷിംഗ് ടച്ച് കണ്ടത്. പെട്ടെന്നാവട്ടെ. പെട്ടെന്ന് പോകാണ്ടോ. അല്ല അതല്ല കഴിക്കാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. കുറച്ച് പിസ്താഷ്യോ ക്രീം കംഫോർട്ട് വരാത്ത പോലെ അല്ലേ? വരാത്തത് പോലെ. റെഡി ടേസ്റ്റ് ടൈം. പറഞ്ഞ പോലെ ക്രിസ്പി ഉണ്ട് ഔട്ട് സൈഡ്, അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ഗൂയി ഫീല്. അതുപോലെ കംഫോർട്ട് അടിപൊളി. കംഫോർട്ടിന്റെ അത് ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഷുഗർ ഫ്രീ ആഡ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇനിച്ച് നിൽക്കുന്നു, മധുരം കൂടിയിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ കൂടെ തന്നിട്ട് പറഞ്ഞ പോലെ ഒരു തവണയും കൂടി കഴിച്ചു നോക്കിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എനിക്ക് ഒരു ചെറിയ പരീക്ഷണം കൂടി ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം നടുക്കുള്ളതിന് ആ ഇതുണ്ടോ എന്ന് അറിയണം. കാരണം ഈ ക്രിസ്പിനെസ് കഴിഞ്ഞാലേ നിങ്ങൾ പറഞ്ഞില്ലേ അകത്ത് കസ്റ്റേർഡ് പോലെ ഇരിക്കണം എന്നുള്ളത്, ആ കസ്റ്റേർഡ് പോലെ ഉണ്ടോ എന്ന് ഞാൻ അറിയണ്ടേ, വേണ്ടേ? ഇത് കണ്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു ഫുൾ ഇത് എടുത്തിട്ടുണ്ടേ. ചേട്ടാ ഞാൻ കുറച്ചെടുത്തോളൂ. ഞാൻ അമേരിക്ക പോയി കഴിച്ചോളൂല്ലോ. അമേരിക്കയിൽ ഫ്രഞ്ച് ടോസ്റ്റ് ഇല്ല, അവിടെ അമേരിക്കൻ ടോസ്റ്റ് സാറുണ്ടാക്കി തരുന്നു. കാലിഫോർണിയൻ ടോസ്റ്റ് അവിടെ ചെന്നാൽ സാർ ഉണ്ടാക്കി തരും. ഇതേ സാധനം ഞാൻ ഒരു സിനിമയിൽ അവിടെ ചെന്നാ സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞ ആളാണോ താങ്കൾ? അതെ. ശ്രീനിവാസൻ പൊളിതാണ്. പുളിയല്ലോ ദൈവം നമ്മളുണ്ടാക്കിയത് പോലെ. അതേ അല്ല നമ്മളുണ്ടാക്കിയ പോലെ അതേ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ
ഇത് എത്രത്തോളം ഗംഭീരമായി എന്നുള്ളതിന്റെ തെളിവ് കാണിക്കട്ടെ. ഇതിനി ആകെ കുറച്ച് ഇലയും പൊടിയും ഒക്കെ ഉള്ളൂ, ബാക്കി മുഴുവൻ നിമിഷ നേരം കൊണ്ട് തീർത്തു കഴിഞ്ഞു. ബ്യൂട്ടിഫുൾ ആയിരുന്നു ഷെഫ്, അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റി, ഒരു രക്ഷയില്ല, നല്ലതായിരുന്നു. അതും മാത്രമല്ല, സാധാരണ എപ്പോഴും നമ്മൾക്ക് സാധാരണ ഫ്രഞ്ച് ടോസ്റ്റിന് മധുരം കൂടിയതിന്റെ കുഴപ്പമേ ഉള്ളൂ. ആദ്യമായിട്ട് ഉപ്പ് കൂടിയതിന്റെ കുഴപ്പം ഞാൻ നിങ്ങളുടെ നിന്ന് കണ്ടു, പക്ഷേ മധുരം കൂടിയതിന്റെ കുഴപ്പം. അപ്പോ നിസാം കണ്ടല്ലോ, ഇതിനകത്ത് ഇനി ഒന്നും ബാക്കിയില്ല, പക്ഷെ കഴുകി വെക്കുന്നത് എന്റെ ജോലിയാണ് കേട്ടോ. അപ്പോ എപ്പോഴും നമുക്ക് റെനിലിന്റെ നല്ല കലാപമണിച്ചന്റെ പാട്ട് നമ്മൾ കേട്ടു. നമ്മുടെ ഇവിടെ ഒരു അസല് മെലഡി സിംഗർ ഉണ്ട്. ആ ഫ്രഞ്ച് ടോസ്റ്റിന്റെ അതേ മധുരമുള്ള ഒരു പാട്ടുമായിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിവേകിനെ കൊണ്ടൊരു പാട്ട് പാടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ, നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചിലെ ശ്രീദേവിയായി മംഗളപ്പാലയിൽ മലർക്കുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലില്ല കോലായിൽ പൂവേളിപ്പുൽപ്പായിൽ നവമി നിലാവേ നീരിങ്ങി എന്നിൽ നറുജവതീർത്ഥമായി നീതിറിഞ്ഞി. അപ്പോ അടുത്ത എപ്പിസോഡിൽ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 powered by DAC and Persilil കാണും വരെ, take care and bye everyone. Bye bye.